Hello friends, welcome back to another lesson of Remedy English Speaking Practice. Remedy English Speaking Practiceൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഇതിനകം വളരെ പ്രധാനപ്പെട്ട രണ്ട് സൂത്രങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തെ സൂത്രമായിട്ടുള്ള ഔട്ട് സൂത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഔട്ട് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു വാക്കല്ല, അതിന് സ്പോക്കൺ ഇംഗ്ലീഷിൽ വലിയ സാധ്യതകളുള്ള ഒരു വാക്കാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഔട്ട് വെച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഔട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിലുള്ള പ്രയോഗങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോഴ്സിൻ്റെ തുടക്കത്തിലുള്ള സൂത്രങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുള്ളതായിരിക്കും. പിന്നീട് അതിൻ്റെ ലെവലും അതുപോലെ അതിൻ്റെ വലുപ്പവും ഒക്കെ മാറും. 90ാമത്തെ സൂത്രമൊക്കെ എത്തുമ്പോഴേക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില സൂത്രങ്ങളായിരിക്കും. ഞാനത് പറയാൻ കാരണം വിവിധ നിലവാരത്തിൽപ്പെട്ട ആളുകൾ ഈ കോഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ തുടക്കത്തിലുള്ള ഈ ക്ലാസ്സുകൾ ഒരു പക്ഷേ ഒരു ആവർത്തന വിരസതയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഈ കോഴ്സ് ഇങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ബേസിക് മുതൽ മാക്സിമം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പതിയെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ കാണുക. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിലേക്ക് വരാം. ഔട്ട് എന്ന് പറയുന്ന ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്. ഒരുപാട് ആവശ്യങ്ങൾക്ക് ഔട്ട് ഉപയോഗിക്കാറുണ്ട്, ഒരുപാട് അർത്ഥത്തിൽ ഔട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ആ അർത്ഥതലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സാധാരണ നിത്യജീവിതത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഔട്ടിൻ്റെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ഔട്ട് കൊണ്ടുള്ള ഉപയോഗം എന്താണ്, അത് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഔട്ട് എന്ന് പറയുന്ന ഈ വാക്ക് സാധാരണ നമ്മൾ തീർന്നുപോയി എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കാറുള്ളത്. തീർന്നുപോയി, തീർന്നു പോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരാറുള്ളതാണ്. ഒരു പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിക്കാൻ ചെന്നപ്പോഴാണ് പറഞ്ഞത് പെട്രോൾ തീർന്നുപോയി. പെട്രോൾ തീർന്നുപോയി എന്ന് പറയുന്നത് ഈ ഔട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും. പെട്രോൾ ഈസ് ഔട്ട്. വളരെ ഈസിയാണ്. എന്ത് തീർന്നുപോയി എന്ന് പറയണം, ഔട്ട് വെച്ച് പറഞ്ഞാൽ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, അച്ചാറില്ലേ? അപ്പോൾ ഭാര്യ പറയാണ്, അച്ചാർ തീർന്നുപോയി. എങ്ങനെ പറയാം? അച്ചാർ തീർന്നുപോയി. എങ്ങനെ പറയാം? പിക്കിൾ ഈസ് ഔട്ട്. അതിനിപ്പോൾ അച്ചാറല്ല, ഉപ്പോ പഞ്ചസാരയോ കറിയോ എന്ത് തീർന്നു പോയാലും ഔട്ട് എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. ഔട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് പറയാവുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കെട്ടുപോവുക എന്ന അർത്ഥത്തിലാണ്. കെട്ടുപോവുക. അപ്പോൾ ഔട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ മറ്റൊരു പ്രയോഗാർത്ഥം എന്ന് പറയുന്നത് കെട്ടുപോവുക എന്നതാണ്. പ്രത്യേകിച്ച് ലൈറ്റൊക്കെ കെട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ വിളക്കൊക്കെ കെട്ടുപോകുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ലാമ്പ് ഈസ് ഔട്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രകാശവും അണഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഔട്ട് ഉപയോഗിച്ച് പറയാൻ പറ്റും. മൂന്നാമതൊന്ന് നമ്മൾ സാധാരണ പറയാറുള്ള, നമ്മൾ ഔട്ടായിപ്പോയി, പുറത്തായിപ്പോയി എന്ന അർത്ഥത്തിൽ നമ്മൾ ഔട്ട് ഉപയോഗിക്കാറുണ്ട്. അവൻ പുറത്തായി, ഹി ഈസ് ഔട്ട്. ഞങ്ങൾ പുറത്തായി, വി ആർ ഔട്ട്. അപ്പോൾ ഇത്തരത്തിൽ പുറത്തായി എന്ന അർത്ഥത്തിലും ഔട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 അർത്ഥതലങ്ങളിലുമുള്ള ഏതാനും ചില സെൻറ്റൻസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കേവലം ഈ സൂത്രങ്ങളെ മാത്രം പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല. അതായത് ഔട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഏതാനും ചില സെൻറ്റൻസുകളല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രാക്ടീസായിട്ട് തരുന്നത്. ഈ പ്രാക്ടീസ് സെൻറ്റൻസുകൾക്കും അതിൻ്റേതായ രീതിയിലുള്ള ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ സെഷനിൽ മുഴുവൻ സൂത്രങ്ങളും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ സൂത്രങ്ങൾക്കപ്പുറം പലതരത്തിലുള്ള നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വൊക്കാബുലറികളും പ്രയോഗങ്ങളും ഒക്കെ നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് ഓരോ പ്രാക്ടീസ് സെൻറ്റൻസുകളും ആ അർത്ഥത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രാക്ടീസ് സെൻറ്റൻസുകൾ വളരെ ഗൗരവമായിട്ട് എടുക്കുക. അത് പ്രത്യേകം നിങ്ങൾ കുറിച്ച് വയ്ക്കുക. എന്നിട്ട് പഠിക്കുക, പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. യൂട്യൂബ് വീഡിയോയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൂടി നിർവഹിക്കുക. അപ്പോൾ ഔട്ട് എന്ന് പറയുന്ന ഈ സൂത്രം ഉപയോഗിച്ചുള്ള ഏതാനും ചില പ്രയോഗങ്ങൾ നമുക്ക് പഠിക്കാം. പെട്രോൾ തീർന്നു. പെട്രോൾ ഈസ് ഔട്ട്. ഊണു തീർന്നു. മീൽ ഈസ് ഔട്ട്. കറി തീർന്നു. കറി ഈസ് ഔട്ട്. അച്ചാർ തീർന്നു. പിക്കിൾ ഈസ് ഔട്ട്. പഞ്ചസാര തീർന്നു. ഷുഗർ ഈസ് ഔട്ട്.
ജീരകം തീർന്നു. Cumin seed is out. വെളിച്ചെണ്ണ തീർന്നു. Coconut oil is out. നല്ലെണ്ണ തീർന്നു. Gingerly oil is out. മല്ലി തീർന്നു. Coriander is out. ഏലയ്ക്ക തീർന്നു. Cardamom is out. വിളക്ക് കെട്ടുപോയി. Lamp is out. തീ കെട്ടുപോയി. Fire is out. മെഴുകുതിരി അണഞ്ഞുപോയി. Candle is out. റാന്തൽ കെട്ടുപോയി. Lantern is out. രഹസ്യം പുറത്തായി. The secret is out. അവൻ പുറത്തായി. He is out. അവൾ പുറത്ത് പറമ്പിലുണ്ട്. She is out in the farm. ഒരാഴ്ചയായി അയാൾ പുറത്താണ്. He is out for a week. ഒടുവിൽ ഞാൻ പുറത്തായി. Finally, I am out. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സൂത്രവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു, ബൈ ബൈ.